ഈ അധ്യയന വർഷം എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്പിളി ടീച്ചറുടെ ഒരു കെയർ ഓഫിൽ ഈ സ്കൂളിലേക്ക് ഞാൻ വരുമ്പോൾ ഇത്രത്തോളം ഈ സ്കൂളിനെയും സ്കൂളിലെ ആളുകളെയും അതുപോലെ തന്നെ ഈ നാട്ടുകാരെയൊക്കെ ഞാൻ ഇത്രക്ക് അറ്റാച്ച് ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വർഷക്കാലം ഏകദേശം ഒരു 10-12 വർഷത്തോളമായി ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നിട്ടെങ്കിലും അത്രത്തോളം 10-13 സ്കൂളുകളിൽ ഡെയിലി വേജായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി ഈ സ്കൂളിനൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു എനിക്ക്. ഈ സ്കൂളിന് കാണുമ്പോൾ പണ്ടെങ്ങാനോ PSC എഴുതാൻ വന്നിട്ട് അന്നേ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നു. ഇതിൻ്റെ ഭംഗിയായിരുന്നു. ഞാൻ സ്കൂളിനെക്കുറിച്ച് ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ സ്കൂളിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന അതേ രീതിയിൽ നിലനിൽക്കുന്ന ഒരു സ്കൂളായിരുന്നു. സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും അവിടുത്തെ സ്കൂളിൻ്റെ കെട്ടിടങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലിങ്ങനെ ഇഷ്ടപ്പെടുന്ന, നമ്മളെപ്പോൾ ഒരു വീഡിയോ എടുത്താലും അത് നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സ്കൂളാണ് കേട്ടോ. സ്കൂളിൽ വന്നതിന് ശേഷം തന്നെയാണ് എൻ്റെ വീഡിയോസിന് റീച്ച് കൂടിയതും എനിക്കൊരുപാട് ഫോളോവേഴ്സിനെ കിട്ടിയത് കേട്ടോ. അത് ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെയുള്ള നാട്ടുകാരും വെള്ളച്ചാല നാട്ടുകാരും തന്നെയാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ അവരോടെല്ലാവരോടും നന്ദി പറയുകയാണ് കേട്ടോ. ഈ വരാന്തയിലൂടെ ഇനി ഒരിക്കലും നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് ഇവിടുന്ന് ഒരുപാട് നല്ല കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നല്ല സ്നേഹമുള്ള അധ്യാപകരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. ഞങ്ങളൊരു പ്രത്യേക ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യും. ഇത് വീഡിയോ ചെയ്യുമ്പോഴും അതൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. ഇവിടുത്തെ കലോത്സവമാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ ഈ കുറച്ച് പേര് ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എനിക്ക് മിസ് ചെയ്യും. പിന്നെ ആദ്യമായിട്ടാണ് ഒരു ക്ലാസ് ചാർജ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ക്ലാസ്സിലെ കുട്ടികളെ എനിക്ക് ഒത്തിരി മിസ് ചെയ്യും കേട്ടോ. അവരെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. എനിക്കതിലൊരുപാട് സങ്കടമുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞതാ ഞാൻ തിരിച്ച് വെള്ളച്ചാല അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവസാനമായിട്ട് ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കുക. ആദ്യമൊക്കെ ഇവിടുന്ന് ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ എനിക്കൊരു മടിയും ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങാടിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ബസ് കയറാനും അതേപോലെ രാവിലെ എണീറ്റ് ഞാൻ തൊയ്ബ ബസ്സിൽ കയറി ഇങ്ങോട്ട് വരാൻ, തിരിച്ച് മൈത്രിയിലോ അല്ലെങ്കിൽ KKBയിലോ തിരിച്ച് അങ്ങോട്ട് പോകാനൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഡെയിലി വേജ് ആയതുകൊണ്ട് നമ്മൾ ഓരോ വർഷം ഓരോ സ്കൂളിലായിരിക്കും. അടുത്ത വർഷം ഈ സ്കൂളിലേക്ക് കിട്ടുമോ ഇല്ലെന്നും നമുക്കറിയില്ല. എന്നാൽ കൂടി ഈ കുട്ടികളെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട്, സ്കൂളിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നാടിനെ കുറിച്ചിട്ടോ വീഡിയോ ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങളാരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും അതേപോലെ തന്നെ എന്തൊക്കെയോ കുറേ ഈ ഒരു വർഷത്തിൽ നമുക്ക് അനുഭവിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ലതിനാണെന്ന് മാത്രം വിശ്വസിക്കുന്നു. അങ്ങനെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എന്നെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഇപ്പം നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.